ഹലോ എവരിവൺ. Hello everyone. ഇന്ന് നമ്മുടെ തലൈവന്റെ ടൈറ്റിൽ ടീസർ വന്നിട്ടുണ്ട്. 171 മൂവി 171 തലൈവന്റെ പടമുണ്ട്. പടത്തിന്റെ പേര് 171 അല്ല, 171 ആമത്തെ പടം, 171 പടം. ടൈറ്റിൽ ടീസറാണ് വന്നേക്കണത്. അപ്പൊ നമുക്ക് കണ്ടു നോക്കാം എങ്ങനെയുണ്ടെന്ന്, എന്നിട്ട് നമുക്ക് പറയാം, തീരുമാനിക്കാം. ഓക്കെ, ചലോ. വെപ്പൺസ് ഗോൾഡ്. തലൈവ വന്നിട്ടാ പറക്കട്ടെ, പറക്കട്ടെ. നമ്പറിൽ 171 ഗോൾഡ് കൊടുത്തില്ല. കെട്ടിട്ടേണ്, വാച്ചിൽ കെട്ടിട്ടേണ്. സൂപ്പർ സ്റ്റാർ രജനി. ഇതിനിപ്പോഴും അപ്പോഴും ഒരു മാറ്റമില്ല. ഈ ഡയലോഗ് രജനീകാന്തിന്റെ ഏതോ പഴയ പടത്തിലെ ഡയലോഗാന്ന് പറയണം. പൊന്നെ, മ്യൂസിക് അനിരുദ്ധ് ഒന്നും പറയാനില്ല. മ്യൂസിക് അനിരുദ്ധിനൊന്നും പറയാനില്ല. അൻമറിവ്, അനിരുദ്ധ്, തലൈവ. എല്ലാം ഉണ്ട്. എന്താ വേണ്ടത്? ഓടാ, കൊള്ളയടാ, പറക്കണമല്ല. റോളക്സിൻ്റെതായിട്ട് എന്തുണ്ട് നമ്മുടെ സൂര്യനെ അറിയുന്നോണോ രജനീകാന്തിന്? തെലുങ്ക്, തമിഴ്, കന്നഡ, ഹിന്ദി. പൊന്നെ, കിടപ്പ് കണ്ട. ഫോണ് സ്വർണ്ണാക്കരുത്. മീറ്റിംഗാണ്. പൊന്നെ, ചിരിക്കണം കാശി, ചിരിക്കണ കാശി. ആയ് ലോകേഷ്, ഡെഡ്ലി കോംബോ, ഡെഡ്ലി കോംബോ. ഷൂട്ട് കമന്റ് സൂൺ. അപ്പൊ ഷൂട്ട് തുടങ്ങിയിട്ടില്ല. അപ്പൊ ട്രെയിലറിന് വേണ്ടി, ടൈറ്റിൽ കാണിക്കാൻ വേണ്ടി ഒപ്പിച്ച പരിപാടികളാണ്. എന്റെ പൊന്നെ, അനിരുദ്ധാണ് മ്യൂസിക്. എന്തായാലും 1-2 ഹിറ്റ് പാട്ട് ഉറപ്പാണ്. പക്ഷെ ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഏതോ അവന്റെ പഴയ പടത്തിലെ പാട്ടിന്റെ ഒരിതാണ്, അതിന്റെ റിമിക്സ് വേർഷനാണ്. ടൈറ്റിലിന് ഇത്രയും പണിയെടുത്തെങ്കിൽ ഇനി പടത്തിൽ എന്തായിരിക്കും കണ്ടറിയാം നമുക്ക്. എന്തായാലും പ്രതീക്ഷ ഒന്നും വേണ്ട, കണ്ടു തന്നെ അറിയാം എന്താണ് കഥ. എന്തായാലും മുടക്കിയവന്മാർക്ക് പൈസ കിട്ടുമോ, കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഒരു കോടീശ്വരാണ്. നമ്മ പ്രതീക്ഷിക്കുന്ന പോലെ ആയ രക്ഷപ്പെട്ട്. എന്തായാലും നോക്കുമ്പോഴത്തെ ആൾക്കാർക്ക് പറക്കലാണ്. കാരണം ഇപ്പോഴത്തെ രജനീകാന്തിന്റെ പ്രായവും ഇതൊക്കെ വെച്ചിട്ട് അങ്ങനെ ഫൈറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ആ സ്റ്റൈല് കാണിച്ച് ആൾക്കാരെ നോട്ടത്തില് ആൾക്കാരെ പറപ്പിക്കണേ. അതേ പറ്റുള്ളൂ ഇപ്പൊ. പക്ഷെ രജനീകാന്തിനൊക്കെ സംബന്ധിച്ച് അത് മതി, കൈയെടുത്ത് ഇടിക്കേണ്ട കാര്യമില്ല. കാരണം ആൾക്കാരിൽ അത്രയും ഇമ്പാക്റ്റ്, അത്രയും ഓൾറെഡി ഇതാണ് രജനീകാന്തിന്റെ ആ ഒരു സ്റ്റാർഡം. അപ്പൊ ട്രെയിലർ, ടൈറ്റിൽ ടീസർ കണ്ട് അപ്പൊ അവിടെ നിൽക്കട്ടെ, പടമൊക്കെ ഷൂട്ടൊക്കെ തുടങ്ങട്ടെ. ഇനി എന്താണ് നമുക്ക് അപ്ഡേറ്റ്സ് നമുക്ക് വരുമ്പോൾ നോക്കാം. പടം ഇറങ്ങട്ടെ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം ബാക്കി കഥ എന്താണ്. ഓക്കെ, അപ്പോൾ ചാനൽ പുതിയതായിട്ട് വന്നവരാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യ്, കമന്റ് ചെയ്യ്, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യ്. ഇനി ഒരുപാട് റിയാക്ഷൻ നമുക്ക് ചെയ്യാനുണ്ട് ഒരുമിച്ച്. നമുക്ക് വീണ്ടും വരാം ഇനി എന്തെങ്കിലും പുതിയതായിട്ട്. ഓക്കെ, ടിൽ ദെൻ ബൈ.